നമസ്കാരം. യുവഭാരത് ടി വിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് ഏരിയയിൽ 14-ാം വാർഡ് നീളംപള്ളിയായിൽ നിന്നും കഴിഞ്ഞ 35 വർഷക്കാലമായി കോൺഗ്രസ് പാർട്ടിയിൽ സജീവമായി പ്രവർത്തിച്ചിരുന്ന ശ്രീദേവിയും 5 കുടുംബങ്ങളും കോൺഗ്രസിൻ്റെ തെറ്റായ നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ദേശീയതയുടെ പാർട്ടിയായിട്ടുള്ള ഭാരതീയ ജനതാ പാർട്ടിയിൽ അംഗത്വം സ്വീകരിച്ചു. ചേലക്കര നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി ശ്രീ TH അരുൺ ശ്രീദേവിയെയും കുടുംബാംഗങ്ങളെയും പൊന്നാടി അണിയിച്ചുകൊണ്ട് പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. ഞാൻ ശ്രീദേവി, നമസ്കാരം. ഞാൻ ഇപ്പോൾ 14-ാം വാർഡിൽ നിന്ന് കോൺഗ്രസ്സിൽ ഏറെ നാളായിട്ട് വളരെ ചെറുപ്പം തൊട്ടിട്ട് തന്നെ കോൺഗ്രസിൻ്റെ എല്ലാവിധ പരിപാടികൾക്കും പങ്കെടുത്ത് പോയിക്കൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യം വനിതകളാണ് നിൽക്കണത് എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ SC വാർഡായിരുന്നു എന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിൻ്റെ പേരായിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ജനറലായിട്ടുള്ള വനിതകളുള്ള വാർഡിൽ SCക്ക് നിൽക്കാൻ പറ്റില്ലേ ചോദിച്ചു. അപ്പോൾ നിൽക്കാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഇപ്രാവശ്യം പഞ്ചായത്ത് ഭരണം വരിക വനിതയ്ക്കാണ് കിട്ടാൻ സാധ്യത. അപ്പോൾ ഒത്തിരി കൂടി എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആൾക്കാരെ നിർത്താനാണ് തീരുമാനമെന്നാണ് അറിഞ്ഞത്. അവർ പറഞ്ഞതിൽ എനിക്ക് എൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് SC അല്ല, എൻ്റെ പേര് എന്ന് പറയുന്നത് ശ്രീദേവി, ഫുൾ നെയിം എന്ന് പറയുന്നത് ശ്രീദേവി തന്നെ. കല്യാണം കഴിഞ്ഞ പിന്നെ ശ്രീദേവി സുരേഷ്, ആ ഒരു പേരിൽ അറിയാനാണ് എനിക്കിഷ്ടം. പക്ഷേ ഒരു SCനെ കൊണ്ട് ഞാൻ ചിലപ്പോൾ ജയിക്കില്ലായിരിക്കാം, പക്ഷേ അവരെ തോൽപ്പിക്കാൻ എനിക്ക് കഴിയുമെന്നുള്ള 100% ഉറപ്പുണ്ട്. ഞാൻ ജയിച്ചോ ജയിച്ചില്ലേ അത് ഭഗവാന്റെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഒരു SCക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കും. വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ BJP എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ജാതിപരമായിട്ട് അങ്ങോട്ട് വേറെ ഇത് കാണിക്കുന്നു, പല സോഷ്യൽ മീഡിയയിൽ അങ്ങനെയൊക്കെ കണ്ട് എനിക്കൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പക്ഷേ SCനെ നിർത്താനും SCക്ക് എന്തുകൊണ്ട് നിൽക്കാൻ പാടില്ല, ഒരു SCയെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാൻ പറഞ്ഞ് തന്നെ ഫുൾ സപ്പോർട്ടോടു കൂടി നിന്നിട്ടുള്ളത് ഈ ഒരു പാർട്ടിയാണ്. അതിലൂടെ എൻ്റെ എല്ലാ തെറ്റിദ്ധാരണയും മാറി. കാരണം ഇത് ജാതീയ പാർട്ടി അല്ല, ഇത് മനുഷ്യനെ തിരിച്ചറിയുന്ന പാർട്ടിയാണെന്നും താഴെക്കട കടക്കുന്നവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ളതാണെന്നും എന്നിലൂടെ തന്നെ ഞാൻ തെളിയിക്കും.